നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. മിഡിൽ ഈസ്റ്റ് ഓയിൽ ഗ്യാസ് ജിയോ സയൻസസ് കോൺഫറൻസിന് ബഹ്റൈൻ ആതിഥേയത്വം വഹിക്കും. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് കോൺഫറൻസുകൾ നടക്കുക. സമൃദ്ധമായ ഭാവിയിലേക്കുള്ള ഊർജ്ജം സുസ്ഥിരമായ നാളെയെ നയിക്കുക എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 16 മുതൽ 18 വരെ മിഡിൽ ഈസ്റ്റ് ഓയിൽ ഗ്യാസ് ജിയോ സയൻസസ് കോൺഫറൻസ് എക്സിബിഷൻ വേൾഡിലാണ് നടക്കുക. രാജ്യത്തെ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ ഊർജ്ജ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനും ഉറച്ചു നിൽക്കുന്നുവെന്ന് എണ്ണ പരിസ്ഥിതി മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ ഡൈന പറഞ്ഞു. സുസ്ഥിരതയിലേക്കും ശുദ്ധമായ ഊർജ്ജത്തിലേക്കുമുള്ള ആഗോള മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊർജ്ജ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികളെ സമ്മേളനം അഭിസംബോധന ചെയ്യും. AI, ഡിജിറ്റൽ പരിവർത്തനം, ഗ്രീൻ ഹൈഡ്രജൻ, പെട്രോളിയം, ജിയോ സയൻസസ്, റിസർവോയർ എഞ്ചിനീയറിംഗ്, വിഭവ വീണ്ടെടുക്കലിനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെ നൂതന സാങ്കേതിക പരിഹാരങ്ങൾ സമ്മേളനം പര്യവേക്ഷണം ചെയ്യും. എനർജി ആൻഡ് എൻവയോൺമെന്റ് മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് സൊസൈറ്റി ഓഫ് പെട്രോളിയം എഞ്ചിനീയേഴ്സ്, സൊസൈറ്റി ഓഫ് എക്സ്പ്ലോറേഷൻ ജിയോ ഫിസിസിസ്റ്റ്സ്, യൂറോപ്യൻ അസോസിയേഷൻ ഓഫ് ജിയോ സയന്റിസ്റ്റ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് പെട്രോളിയം ജിയോളജിസ്റ്റ്സ് എന്നിവയുമായി സഹകരിച്ച് ഇൻഫോമ മാർക്കറ്റ്സാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. നിരവധി ബഹ്റൈനി, ഗൾഫ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര കമ്പനികളും ഇതിൽ പങ്കെടുക്കും. ബഹ്റൈൻ ജേർണലിസ്റ്റ് അസോസിയേഷന്റെ ചെയർമാനായി ഇസ അൽ ഷൈജി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഇസ അൽ ഖലീഫ അഭിനന്ദനങ്ങൾ അറിയിച്ചു. അസോസിയേഷൻ അംഗങ്ങൾ അർപ്പിച്ച ആത്മവിശ്വാസത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. അസോസിയേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും അംഗങ്ങളെ സേവിക്കുന്നതിലും അതിന്റെ ദൌത്യം ഉയർത്തിപ്പിടിക്കുന്നതിലും ബഹ്റൈൻ പത്രപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പത്രപ്രവർത്തകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിലും വിജയിക്കട്ടെ എന്നും ഹമദ് രാജാവ് ആശംസിച്ചു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിലെ സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികൾ ഉഷ്ണകാലത്ത് ജോലി ചെയ്തു വരുന്ന തൊഴിലിടങ്ങളിൽ വെള്ളവും പഴവർഗ്ഗങ്ങളും നൽകിക്കൊണ്ട് KPF ചാരിറ്റി വിംഗ് ബീറ്റ് ദ ഹീറ്റ് ക്യാമ്പയിൻ രണ്ടാം ഘട്ടം സംഘടിപ്പിച്ചു. ആദ്യഘട്ടം ടുബ്ലിയിൽ ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ തൊഴിലാളികൾക്കും രണ്ടാം ഘട്ടം സനദിലെ കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്കും കിറ്റുകൾ നൽകിക്കൊണ്ട് ആരംഭിച്ച പരിപാടിയിൽ അരുൺ പ്രകാശ് ജനറൽ സെക്രട്ടറി, സുജിത് സോമൻ ട്രഷറർ, ബിതുലേഷ് പറമ്പത്ത് ചാരിറ്റി വിംഗ് ജോയിന്റ് കൺവീനർ, ഹരീഷ് PK ഓഡിറ്റർ, ഷഹിൻഷാ PR സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ക്യാമ്പയിന് KPF എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. ഈ സീസണിലെ ഉഷ്ണകാലാവസാനം വരെ വിവിധ തൊഴിലിടങ്ങളിൽ ക്യാമ്പയിന്റെ തുടർച്ചയുണ്ടാവുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് KPF ചാരിറ്റി വിംഗുമായി 36270501 അല്ലെങ്കിൽ 39164624 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. BMC ന്യൂസിൽ ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ യൂണിഗ്രാഡ് എഡ്യൂക്കേഷൻ സെന്ററുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന 45 ദിവസത്തെ സമ്മർ ക്യാമ്പ് ഓഗസ്റ്റ് 14, 2025 നദീൻ സ്കൂൾ ദിൽമുനിയിൽ നടന്ന ഗ്രാൻഡ് ഫിനാലയോടുകൂടി സമാപിച്ചു. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി കല, സർഗാത്മകത, സാമൂഹിക ഐക്യം എന്നിവയെ മുൻനിർത്തി നടത്തിയ ഈ ക്യാമ്പിന്റെ സമാപന ദിനം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ക്യാമ്പിൽ 20% കുട്ടികളിൽ വേനൽക്കാലത്ത് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തവരെ സൗജന്യമായി ഉൾപ്പെടുത്തിയതിലൂടെ KSCA സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചുവെന്നും സംഘാടകർ
സംഘാടകർ പറഞ്ഞു. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ KSCA ബഹ്റൈൻ സമൂഹത്തിനൊപ്പം ഉണ്ടാകുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അറിയിച്ചു. ഗ്രാൻഡ് ഫിനാലെ മുഖ്യ അതിഥിയായ പ്രശസ്ത ഫൈൻ ആർട്ടിസ്റ്റ് സന്തോഷ് ഉദ്ഘാടനം ചെയ്ത ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് പ്രദർശനത്തോടെയാണ് ആരംഭിച്ചത്. പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്യാമ്പ് കൺവീനർ സുരേഷ് കുമാർ KS സ്വാഗതം ആശംസിച്ചു. മുഖ്യാതിഥി സന്തോഷ്, യൂണിഗ്രാഡ് എഡ്യൂക്കേഷൻ സെന്ററിലെ JP മേനോൻ, സുജ JP മേനോൻ, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ അരുൺ CT എന്നിവർ കുട്ടികളിൽ വളർന്ന കലാപരവും സൃഷ്ടിപരവുമായ കഴിവുകളെയും ടീം സ്പിരിറ്റിനെയും പ്രശംസിച്ചു. മുഖ്യാതിഥികൾക്കും സ്പോൺസർമാർക്കും അധ്യാപകർക്കും വോളണ്ടിയേഴ്സിനും പരിപാടി MCമാരായ ആതിര മേനോനും രോഹിത്തിനും ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് അനിൽകുമാർ UK നന്ദി രേഖപ്പെടുത്തി. മറ്റു വാർത്തകളിലേക്ക്. അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം ഉണ്ടാകണമെന്നും മോദി ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ഫോൺ സംഭാഷണം. പുടിൻ എല്ലാ പിന്തുണയും ഇന്ത്യ വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ ദിവസം അലാസ്കയിൽ വെച്ച് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിൽ യുക്രൈൻ വിഷയത്തിൽ അന്തിമ ധാരണയിൽ എത്തിയിരുന്നില്ല. സമാധാന കരാർ യാഥാർത്ഥ്യമാക്കേണ്ടത് സെലൻസ്കിയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. വീണ്ടും ഒരു ഇടവേള. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്ത് ഇന്ത്യയ്ക്ക് അഭിമാനമായ ശുഭാൻശു ശുക്ലയെക്കുറിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയുണ്ടായ പ്രതിപക്ഷ ബഹളത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെക്കുറിച്ചും ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്ന് രാജ്നാഥ് എക്സിൽ കുറിച്ചു. ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം കൊണ്ടുവരരുതെന്നും രാജ്നാഥ് സിംഗ് നിർദ്ദേശിച്ചു. ഭാരതത്തിന്റെ ബഹിരാകാശ പദ്ധതിയും വികസിത ഭാരതവും എന്ന വിഷയത്തിലായിരുന്നു ലോക്സഭയിൽ ചർച്ച നടന്നത്. രാജ്യത്തിന്റെ നേട്ടം, അഭിമാനം, ഭാവിയിലെ ശാസ്ത്ര ദേശീയ സുരക്ഷയുടെ സാധ്യതകൾ എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു ചർച്ച. രാജ്യത്തെ ശാസ്ത്രജ്ഞരെയും ബഹിരാകാശ സഞ്ചാരികളെയും പിന്തുണയ്ക്കണമെന്ന് കേന്ദ്ര ബഹിരാകാശ സാങ്കേതിക മന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ KK രാജാറാം. അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗമുണ്ടാവുന്നത്. മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുക. പനിയുമായി ഡോക്ടറെ കാണുന്നവർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം ഡോക്ടറെ അറിയിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്താണ് കളക്ടറുടെ ഉത്തരവ്. പകൽ സമയങ്ങളിൽ ഈ സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. കാലവർഷം കണക്കിലെടുത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡ് ഭാഗത്ത് ഗതാഗതം നിരോധിക്കാറുള്ളത് പതിവാണ്. അപകടകരമായ രീതിയിൽ റോഡിന്റെ കട്ടിംഗ് സൈഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പാറയും മണ്ണും പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന ആവശ്യവും സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.